അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഏറ്റവും പ്രിയം നിറഞ്ഞ എൻ്റെ മുത്തുമിനീങ്ങളെ, സലാത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് ഈ കൊച്ചു പ്രസംഗം കൊണ്ടൊന്നും ആവില്ലെന്നറിയാം. എന്നാലും അള്ളാഹുവിൻ്റെ ബറക്കത്ത് മാത്രം ഉദ്ദേശിച്ച് അല്പം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. വഫഖനല്ലാഹ്. സലാത്തിന്റെ മഹത്വത്തെക്കുറിച്ച് അല്ലാഹു തആല പറഞ്ഞല്ലോ, നിശ്ചയം ഞാനും മലക്കുകളും നബിതങ്ങളുടെ മേൽ സലാത്ത് ചൊല്ലുന്നുണ്ട് എന്ന്. ഇത് മാത്രം മതി സലാത്തിന്റെ മഹത്വം നമുക്ക് മനസ്സിലാക്കാൻ. കാരണം ഇതല്ലാതെ മറ്റൊരു അമല് ഞാൻ ചെയ്യുന്നുണ്ടെന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടില്ലല്ലോ. തീർന്നില്ല. സർവ്വ അമലുകൾക്കും അസ്വീകാര്യത എന്നീ രണ്ട് ഓപ്ഷനുകളുണ്ട്. ഇഖ്ലാസിനനുസരിച്ചാണ് തീരുമാനിക്കുക. എന്നാൽ സലാത്തിന് സ്വീകാര്യത തന്നെ ഒരേ ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ എന്നാണ് പണ്ഡിതപക്ഷം. അഥവാ സലാത്തിന് ഇഖ്ലാസ് നിർബന്ധമില്ല. നിഷ്കളങ്കത കൊണ്ടാവാനാണ് നല്ലതെങ്കിലും തമാശക്ക് വേണ്ടി ഒരാൾ സലാത്ത് ചൊല്ലിയാലും അത് സ്വീകരിക്കപ്പെടും. സലാത്തിന്റെ മഹത്വത്തെക്കുറിച്ച് ഒട്ടനേകം ഹദീസുകൾ പ്രതിപാദിക്കുന്നുണ്ട്. 70% മുഹറബിയായും 30% ദുനിയവിയായ കാര്യങ്ങൾ സലാത്ത് മുഖേന പരിഹരിക്കപ്പെടുമെന്ന തിരുഹദീസ് അതിലൊന്നാണ്. സ്വർഗത്തിലെ എന്റെ ഏറ്റവും അടുത്ത സീറ്റുകാരൻ എന്റെ മേൽ ഏറ്റവും കൂടുതൽ സലാത്ത് ചൊല്ലുവാനായിരിക്കുമെന്നാണ് മറ്റൊരു തിരുമൊഴി. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖത്ത് പതിവിലേറെ സന്തോഷം കണ്ടപ്പോൾ സഹാബികൾ ചോദിച്ചു, എന്താണ് നബിയെ അങ്ങയുടെ മുഖത്ത് ഇത്ര മുഖപ്രസന്നത? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നലെ രാത്രി അല്ലാഹു എനിക്ക് ദിവ്യ സന്ദേശം നൽകി. ഒരാൾ എന്റെ മേൽ ഒരു സലാത്ത് ചൊല്ലിയാൽ അവന് 10 നന്മകൾ രേഖപ്പെടുത്തുകയും 10 ദോഷങ്ങൾ ഡിലീറ്റ് ചെയ്യുകയും ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇത്രയും സന്തോഷമായി കാര്യത്തിൽ നാം ഒരിക്കലും പിന്നിലായിക്കൂടാ. സലാത്ത് കൊണ്ട് നന്മകൾ വർദ്ധിപ്പിക്കുകയും ദോഷങ്ങൾ മായ്ക്കപ്പെടുവിപ്പിക്കുകയും അള്ളാഹുവിന്റെയും നബിയുടെയും പ്രീതി ലഭ്യമാവുകയും മലക്കുകളുടെ ദുആ ലഭിക്കുകയും കടങ്ങൾ വീടുകയും മഴ വർഷിക്കുകയും ആപത്തുകൾ ഇല്ലായ്മ ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഒന്നാണ് സലാത്ത്. കൂടാതെ നാളെ മരണസമയത്ത് അള്ളാഹുവിന്റെ സഹായവും ഖബറിൽ സുരക്ഷയും സിറാത്ത് പാലത്തിൽ പിടിവള്ളിയും ഹൗദുൽ കൗസർ പാനഭാഗ്യവും സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ എളുപ്പവഴിയുമാകുന്ന ഒന്നാണ് സലാത്ത്. ഇത്രയും ഗുണങ്ങളുള്ള ഈ സലാത്തിന്റെ കാര്യത്തിൽ നാം ഒരിക്കലും പിന്നിലായിക്കൂടാ. ഒരു ചരിത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഒരു ദിവസം ഉബൈയുടെ തങ്ങളോട് പറഞ്ഞു, നബിയെ അങ്ങയുടെ മേൽ എന്റെ ഒരു ദിവസത്തിന്റെ 4 ഭാഗം ഞാൻ സലാത്തിനായി മാറ്റിവെക്കാം. അപ്പോൾ തങ്ങൾ പറഞ്ഞു, വർദ്ധിപ്പിച്ചാൽ നിനക്ക് തന്നെയാണ് നല്ലത്. അപ്പോൾ തങ്ങൾ പറഞ്ഞു, എങ്കിൽ ഞാൻ എന്റെ ഒരു ദിവസത്തിന്റെ പകുതി ഭാഗവും ചൊല്ലാം. അപ്പോൾ തങ്ങൾ പറഞ്ഞു, വർദ്ധിപ്പിച്ചാൽ നിനക്ക് തന്നെയാണ് നല്ലത്. അങ്ങനെ അവസാനം ദിവസം മുഴുവൻ ചൊല്ലാമെന്ന പ്രതിജ്ഞ ഉപയോഗങ്ങൾ എടുത്തു. നോക്കൂ, ഉപയോഗങ്ങൾക്ക് സുലൈമാൻ നബി തങ്ങൾക്ക് സലാത്തിനോടുള്ള സ്നേഹം. സുലൈമാൻ ഉപയോഗങ്ങളുടെ അത്ര ഇല്ലെങ്കിലും കുറച്ചെങ്കിലും സലാത്ത് പതിവാക്കാൻ നാം ഒരിക്കലും ശ്രമിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ കൊച്ചു പ്രസംഗം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. വാഹിദ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല.